ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ട 1.5 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ വശ്യയും വിമാനം പോയി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് എല്ലാവരും കുറച്ച് ലേറ്റായിട്ടൊക്കെയാണല്ലോ ഉറങ്ങുന്നത്. പിന്നെ എഴുന്നേൽക്കാനാണെങ്കിൽ സമയവും കാലവും ഒന്നുമില്ല. ചിലപ്പോൾ 10 മണിയാവും, 10:30 അങ്ങനെയാണ്. പിന്നെ തോന്നുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു ഓരോ ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പോൾ ആ ഉടായിപ്പൊന്നും നടക്കില്ല. അപ്പം രാവിലെ തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ചപ്പാത്തി റോളാക്കാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ആ പ്ലാൻ മാറ്റി ഉച്ചക്കത്തേക്ക് ഇഡലിയും സാമ്പാറും രാവിലത്തേക്ക് ദോശയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദോശയാകുമ്പം ഇവർക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി റോളൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടനാണ് വിവാൻകുട്ടിക്കുള്ള യൂണിഫോം ഒക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അവൻ തന്നെ അയനൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് പഴയ പോലെ ആവണമല്ലോ. അങ്ങനെ വിവാൻ റെഡി ആയിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പുതിയ സ്കൂളിലേക്ക് പോവാണല്ലോ. അത് മാത്രമല്ല ഹൈസ്കൂളിലേക്കാണ് പോകുന്നത്. ഇനി വർഷക്കുട്ടിയുടെ സ്കൂളിൽ തന്നെയാണ് ആൾ പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ വർഷക്കുട്ടി 10th എന്ത് പെട്ടെന്നായില്ലേ. പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. വിവാന് ഇവിടെ ഇരുന്ന് റെഡി ആവുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഇവൻ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയ ഒരു കഥയാണ് കേട്ടോ. ആദ്യം ചേർത്തത് പ്രീ-KGയിലാണ്. അപ്പം പോകുന്നതിൻ്റെ അന്നാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ബാഗൊക്കെ ഇടുന്നു, യൂണിഫോമൊക്കെ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി ആളൊരു പോകുന്ന ഒരു മണിക്കൂർ മുമ്പേ ആൾ സെറ്റായി കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് ഇട്ടുകൊണ്ട് നടക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടു. സ്കൂളിലൊക്കെ വിട്ടപ്പോൾ ആൾ ഹാപ്പിയായി. അവിടെ ഇങ്ങനെ പാർക്കൊക്കെ കണ്ടു. അവിടെ കുറേ നേരമൊക്കെ കളിച്ചു. അങ്ങനെ നേരെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ടു. ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ടുമ്പോൾ ടീച്ചർ പറഞ്ഞു ഇനി ഉച്ചയാകുമ്പോൾ സ്കൂൾ ബസ്സിന് തിരിച്ച് വീട്ടിലേക്ക് വിട്ടോളാം. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് ആളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് ഇറങ്ങി ഇങ്ങനെ വരുവാണ് കേട്ടോ. എന്നെ കണ്ട ഉടനെ ആൾ പറഞ്ഞത് അമ്മ സ്കൂൾ ഫിനിഷായി, ഇനിയും തൊട്ട് സ്കൂളിൽ പോകണ്ട എന്നാണ് കേട്ടോ. അയ്യോ ഞാനും ആകെ ഷോക്കായി. എന്താടാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവിടെ പ്ലേ ഏരിയയിലൊന്നും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തിയേക്കുമായിരുന്നെന്ന്. പുള്ളി വിചാരിച്ച് ഒരു ദിവസം സ്കൂളിൽ പോയാൽ മതി, പിന്നെ വെളിയിലൊക്കെ കളിക്കുക, സ്നാക്സ് കഴിക്കുക, അതൊക്കെയാണ് സ്കൂളെന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായ ദിവസം പോകണമെന്നുള്ള കാര്യം. പിന്നെ നല്ല പണിയായിരുന്നു. 2-3 ദിവസമൊക്കെ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ഒരു ഷൂ ഇടുമ്പോൾ അടുത്ത ഷൂ ഉരിക്കളെ അങ്ങനത്തെ നല്ല ബഹളമുള്ള കുട്ടിയായിരുന്നു. പിന്നെ ആൾ സെറ്റായി. ഇനി അവന് മനസ്സിലായി എന്തായാലും സ്കൂളിൽ വിടുമെന്ന്. അങ്ങനെ വർഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് പിന്നെ സ്കൂളിൽ പോകാനുള്ള മടിയൊന്നും ആദ്യം മുതലേ ഇല്ല. ആൾ പാതിരാത്രിക്ക് വേണമെങ്കിലും റെഡിയായി പോകാൻ റെഡിയാണ്. ആ സമയത്തൊക്കെ പറയായിരുന്നു ചേച്ചിയുടെ സ്കൂള് പന്ന സ്കൂളാണ്, ഇച്ചിച്ചി സ്കൂളാണെന്നൊക്കെ. ഇപ്പം വീണ്ടും ചേച്ചി അനിയനെയും കൂടെ വീണ്ടും ഒരേ സ്കൂളിൽ പോകണം. എനിക്ക് പെട്ടെന്ന് ഈ കഥയൊക്കെയാണ് ഓർമ്മ വന്നിട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ലഞ്ചും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുത്തെ സോഫയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണ്ണിക്കാൻ തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഈ സോഫ എടുത്ത് കമത്തിയിട്ടാലോ എന്ന്. അങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇന്ന് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പിള്ളേർക്ക് കൊടുത്ത ലഞ്ച് എന്തെങ്കിലും ഞാൻ അങ്ങ് കഴിച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേനെ. നേരിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ ഓഫീസിലാണല്ലോ കഴിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോഴെങ്കിലും നല്ല ഫുഡ് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പം ഇത് കാളാഞ്ചി എന്ന് പറയുന്നൊരു മീനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അതിനെ ഫ്രൈയും പിന്നെ കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു ഫ്രോസണ്. അപ്പം ഞാൻ വെച്ചാൽ അത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയും റെഡിയാക്കാം. പിന്നെ രാവിലെ തന്നെ സാമ്പാർ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് കറിയൊന്നും വെക്കണ്ട. ഞാൻ അധികം നേരം ഒന്നും ഈ ഫിഷിന് മസാലയൊന്നും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂടി ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. കറി വെക്കാനും ഇത് നല്ല മീനാണ് കേട്ടോ. അങ്ങനെ കറിയും കൂട്ടാനും ഒക്കെ സെറ്റായി. അപ്പം ഞാൻ ചോറുണ്ണാൻ വേണ്ടി ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടന് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്താണെന്നറിയത്തില്ല, കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണോ എന്തോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് പിന്നെ വിവാൻകുട്ടി ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് എത്തി കേട്ടോ. ആൾ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. പിന്നെ അങ്ങനെ താഴെ വന്ന ആളെ വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് നല്ല ക്ഷീണിച്ചെന്നാണ് പറയുന്നത്. കാരണം ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് വരത്തില്ല, ഇവർ ഓരോ ക്ലാസ്സിലേക്ക് പോകണം ടീച്ചറിനെ കാണാൻ വേണ്ടി. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയും കയറിയൊക്കെ പോകണം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് വശക്കുട്ടി എത്തി. ആൾക്ക് കൊടുത്തുവിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇപ്പോഴാണ് വന്ന് കഴിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫുള്ള് ലഞ്ച് കഴിക്കാതാണ് വന്നുകൊണ്ടിരുന്നത്, വൈകിട്ടാണ് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ വർഷമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുത്തു വിട്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കഴിക്കാതെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇരുന്ന് കഴിച്ചിട്ട് ബാഡ്മിൻ്റൺ ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കഴിച്ചോ എന്ന് പറഞ്ഞു. കാരണം 5 മണിക്കാണ് ക്ലാസ്.
അപ്പം ഞാൻ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഒരുപാട് നാളെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് അട ഉണ്ടാക്കാമെന്ന്. സാധാരണ നമ്മൾ നേരത്തെ ഇലയട ഉണ്ടാക്കുമല്ലോ, ഇവിടെ നമുക്ക് എങ്ങനെ ഇലയില്ലാത്തത് കൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഞാനൊരു വേറൊരു ഐറ്റത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കൊള്ളാൻ തോന്നി. എന്താണെന്ന് കാണിച്ചാൽ ആദ്യം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഇതുപോലെ ഫ്രോസൺ തിരുമ്മിയത് വാങ്ങിക്കുന്നതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ ശർക്കര, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ശർക്കരയാണ്. അപ്പോൾ ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ വേണം. അപ്പം ഇനിയിപ്പോൾ എന്താ, നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ സെറ്റാക്കുന്ന പോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കുക. ഞാൻ ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് തേങ്ങയും ശർക്കരയിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മാവിനെ ഒന്ന് കുഴച്ച് നന്നായിട്ട് ഒന്ന് എടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇലയുടെ ഉണ്ടാക്കുന്ന ഇതിലാന്ന് കാണേണ്ടത് ഈ ഒരു ബേക്കിംഗ് പേപ്പറിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി സക്സസ് ആകുമെന്ന്. അങ്ങനെ ഞാൻ ഫുള്ളിങ്ങനെ വെള്ളം തൊട്ട് ഫുള്ളിങ്ങനെ മാവെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്ത്, നമ്മുടെ തേങ്ങയുടെ ആ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റീം ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇഡലിത്തട്ടിലോട്ട് വെച്ച് അങ്ങോട്ട് ആവി കയറ്റി എടുക്കുക. ഈ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ വർഷക്കുട്ടി കറക്റ്റായിട്ട് എൻ്റെ സ്മെല്ല് കേട്ടപ്പോഴേ പറഞ്ഞ്, ഇത് അമ്മ ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആളെത്തിയത് കേട്ടോ. മണം പിടിച്ചെത്തുക എന്ന് പറയത്തില്ല, അതാണ് ഇവിടെ നടന്നത്. അങ്ങനെ നമ്മുടെ ഇലയുടെ അല്ല, ബേക്കിംഗ് പേപ്പർ അട റെഡി ആയിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ വിവാൻകുട്ടിയോട് ഞാൻ പറഞ്ഞു ഫുള്ളൊന്ന് വാക്യൂമൊക്കെ ചെയ്യാനാണ്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അട അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ എപ്പോഴും എല്ലാം ഇവിടെ കിട്ടണമെന്നൊന്നുമില്ല. നാട്ടിലാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഇനിയിപ്പോൾ ഓണത്തിന് വല്ല നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ ചിലപ്പം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇലയുടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓൾറെഡി ഇനിയിപ്പോൾ ചോറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വശുകുട്ടിയും വിമാനം ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് മീനൊക്കെ വെച്ച് ചോറ് കൊടുക്കാമെന്ന്. ഇവിടെ അച്ഛനും മോനും കൂടി ഇരുന്ന് സൂര്യഗ്രഹണത്തിൻ്റെ വീഡിയോ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.